بسم الله الرحمن الرحيم سيقول السفهاء السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. ശരി, 170 ആയത്ത് തന്നെ എടുക്കാം. ഒന്നാമത്തെ ആയത്ത് തന്നെ 170. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا, ഒന്നുകൂടെ പറയാം. وَإِذَا, എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് അത്രയും ചെറുതായി പറയുന്നത്. ഇതാ, അക്ഷരം നോക്കണം. ഇതാ എന്ന് പറയരുത്. ചിലർ ഇതാ എന്ന് പറയാ. ദാലല്ല ഇത്, ഖീല പറയുമ്പോൾ ഖാഫാണ് പറഞ്ഞതെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇതാ ഖീല എന്ന് പറയരുത്, കീ ആവരുത്. ഖീല ഖീ ഖ ഖീ ഖു ഖ ഖീ ഖു ഖ ഖീ ഖു ഖ ഖീ ഖു ഖൻ ഖിൻ ഖുൻ അഖ് അഖ്. അപ്പോൾ കറക്റ്റായിരിക്കണം ആ ഖാഫ് വരുന്നത്. وَإِذَا قِيلَ لَهُمُ ഇത്തബിഉ, പക്ഷേ അത് കൂട്ടി വായിക്കുമ്പോൾ മുത്തബിഉ. ശരിക്കും ശ്രദ്ധിക്കാം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا ഓതു. ما أنزل الله وإذا قيل لهم اتبعوا ما أنزل الله
ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ. അവിടെ ഒരു ജീമുണ്ട്. ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഈ ഖുർആനിൽ ജീമല്ലല്ലോ താ ആണല്ലോ എന്ന്. ചിലർ സായി ആണല്ലോ എന്ന്, സ എന്ന അക്ഷരം. ചിലതിൽ ജീം, ചിലതിൽ താ. ജീം എന്ന് പറഞ്ഞാൽ ജായിസ് എന്നതിൻ്റെ ഒരു സൂചന ജീമാണ് നൽകിയത്. ജായിസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. സായും അങ്ങനെ തന്നെയാണ്, സായി. അതേപോലെ താ നൽകും ചില ഖുർആനിൽ. താ എന്ന് പറഞ്ഞാൽ നിരുപാധികം, നിർത്താം, കുഴപ്പമില്ല എന്നറിയിക്കുന്ന. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ടതില്ല. ഖുർആനിൻ്റെ ഒന്നുകിൽ ആദ്യ ഭാഗത്ത് അല്ലെങ്കിൽ സൂറത്തുൻ നാസും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേജുകൾ നോക്കിയാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഓരോ അലാമത്തുകളും എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്ന് വിശദമായി എഴുതിയിട്ടുണ്ടാകും. അതൊന്ന് നോക്കിയാൽ മതി. എല്ലാവരും അവരവർ ഉപയോഗിക്കുന്ന ഖുർആനിൽ നോക്കിയാൽ അത് കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പ്രിൻറ്റിങ്ങും പ്രസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൻ്റെ റിവായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലുപയോഗിച്ച അടിവരകളും അതേപോലെ ഓരോ അടയാളങ്ങൾ, അലാമത്തുകൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് സൂചന കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് ചിലത് ഉറുദു പ്രിൻറ്റിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറബിയിൽ വന്നിട്ടുണ്ടാവും. അതൊന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു തരാൻ അറിയുന്ന ഒരാളോട് ചോദിച്ചാൽ വളരെ എളുപ്പം. ശരി, അവിടെ മറ്റൊരു കാര്യമുണ്ട്. ആബാഅന, അവിടെ ബാഇൻ്റെ അലിഫ്, ആബാ എന്ന അലിഫ്, അതിൻ്റെ മുകളിൽ ഒരു അലാമത്തുണ്ട്. മദ് അധിക മദ്ദാകുമ്പോൾ, അധികം നീട്ടാനുള്ളപ്പോൾ, രണ്ടിലധികം അനക്കം കൊടുക്കാനുള്ളപ്പോൾ കൊടുക്കുന്നതാണത്. 4 ആണെങ്കിലോ 5 ആണെങ്കിലോ 6 അനക്കമാണെങ്കിലോ ഒക്കെ ഇങ്ങനെ കൊടുക്കുക. അതായത് 3 അലിഫിൻ്റെ ഖദറാണ് 6 ഹറക്കാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളിടത്താണ് നമ്മൾ മുകളിൽ ഇങ്ങനെ ഒരു അടയാളം കാണും. ഇത് നൂനിനുണ്ട് നമ്മൾ ആ നിർത്തിയ സ്ഥലത്തും. അപ്പോൾ നമ്മൾ നിർത്തുമ്പോഴും അങ്ങനെ തന്നെ ആബാഅന എന്ന് നിർത്തണോ എന്നാണ് സംശയം, ചോദ്യം വരാറുള്ളത്. വേണ്ട, നിർത്തുമ്പോഴൊക്കെ എല്ലാ മദ്ദുകളും സാധാരണ മദ്ദായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിർത്തുന്നതിന് ശേഷം വേറൊരു ലെറ്റർ വേണം. മദ്ദിലാണ് നിർത്തുന്നതെങ്കിൽ അത് മദ് ത്വബീഇ അഥവാ 2 ദീർഘം, സാധാരണ ദീർഘം. ഒരു അലിഫിൻ്റെ ഖദർ, 2 അനക്കം, ഹറക്കത്താനി. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അവലൗ കാന ആബാഉഹും, ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഇനി ഒന്ന് കൂടെ ഒതുക്കോ, ബിസ്മി ഓതിയിട്ട് കൂടെ ആയത്തൊന്നിച്ചോതാം. നമുക്ക് നിർത്താം കേട്ടോ. ആദ്യം തന്നെ ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈനാ എന്ന് നിർത്തണോ അല്ലെങ്കിൽ ആബാഅന നിർത്തണോ? ആബാഅന വരെ പോയി നോക്കാം. പറ്റാത്തവർ അതിൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തിയിട്ട് എടുത്തോതിയാൽ മതി. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذَا قِيلَ لَهُمُ اتَّبِعُوا مَا أَنزَلَ اللَّهُ قَالُوا بَلْ نَتَّبِعُ مَا أَلْفَيْنَا عَلَيْهِ آبَاءَنَا أَوَلَوْ كَانَ آبَاؤُهُمْ لَا يَعْقِلُونَ شَيْئًا وَلَا يَهْتَدُونَ. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ആയത്തുകളും ഓതി പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 170 മുതൽ 173 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്.
170-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, പ്രവാചകന്മാർ സത്യസന്ദേശവുമായി ഓരോ കാലഘട്ടത്തിലും വിവിധ സമൂഹങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ സമൂഹം പറഞ്ഞിരുന്ന ഒരു വാദമാണ്. ഇത് ആ കാലത്ത് എന്നല്ല, ഈ കാലത്തും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദത്തെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ഇത്തബിഉ മാ അൻസലല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചതെന്ന് നിങ്ങൾ പിന്തുടരുക. ഖാലൂ അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാർ എന്തൊക്കെയാണോ അനുവർത്തിച്ച് പോന്നിരുന്നത് അതാണ് ഞങ്ങൾ പിന്തുടരുക. നിങ്ങളെന്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ വാപ്പോപ്പാരായി എന്തൊക്കെ കണ്ടുവരുന്നുവോ അതേ ഞങ്ങൾ പിന്തുടരും. അവലോ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അവരുടെ പിതാക്കന്മാർ, അവരുടെ പൂർവികന്മാർ ബുദ്ധി കൊടുക്കാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരും അല്ലെങ്കിലും, എന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തവരും അതേപ്രകാരം തന്നെ സന്മാർഗം പ്രാപിക്കാത്തവരും ആണെങ്കിലും അവർ ആ പിതാക്കന്മാരെ പൂർവികന്മാരുടെ വഴി മാത്രമേ പിന്തുടരുകയുള്ളൂ എന്ന് സാക്ഷ്യം പിടിക്കുകയാണ്. ഇത് എല്ലാ കാലഘട്ടത്തിലും സത്യസന്ദേശവുമായി സമൂഹത്തിലേക്ക് പ്രബോധകന്മാർ കടന്നു വരുമ്പോൾ ആളുകൾ പറയുന്ന ഒരു വാദമാണിത്. ഇതൊക്കെ പുത്തൻ വാദമാണ്, ഇതൊന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ പൂർവികർക്കോ കേട്ടുകേൾവിയില്ലാത്ത വാദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് ഈ ദീൻ അപരിചിതമായ ഒരു കാലഘട്ടത്തിലേക്ക് അപരിചിതമായ ഒരു കാലഘട്ടം ഈ ദീനിന് കടന്നു വരും. ഈ ദീൻ അതിൻ്റെ പ്രമാണങ്ങളിൽ എന്ന് പറയുമ്പോൾ ആളുകൾ പറയും ഇത് പുത്തൻ വാദമാണ് എന്ന്. അങ്ങനെ ഈ ദീനിനെ ഒരു പുത്തനായി അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ദീനിനെ ശരിയായ വഴിയിലേക്ക് ക്ഷണിക്കുന്നവർക്ക് അവർക്ക് മംഗളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പ്രവാചകന്മാർ പ്രമാണങ്ങളിലേക്ക് തെളിവുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ സമൂഹങ്ങൾ ഉന്നയിച്ചിരുന്ന വാദത്തെ സംബന്ധിച്ചാണ് ഇവിടെ അല്ലാഹു പറയും. തുടർന്നു കൊണ്ട് അല്ലാഹു പറയുന്നത്, മസലുല്ലദീന കഫറൂ കമസലില്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ. മസലുല്ലദീന കഫറൂ സത്യനിഷേധികളായ ആളുകളുടെ ഉപമ, കമസലില്ലദീ യൻഇഖു ഒരു ആളെപ്പോലെയാണ്. അയാൾ ഒച്ചയിടുകയാണ്. ബിമാ ലാ യസ്മഉ കേൾക്കാത്ത ഒന്നിനോട്, ഇല്ലാ ദുആഅൻ വനിദാഅ വിളിയും തെളിയുമല്ലാതെ ഒന്നും അറിയാത്ത ഒരു ജന്തുവിനോട് ഒച്ചയിടുന്നത് പോലെയാണ് സത്യനിഷേധികളെ ഈ സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത്. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യഅഖിലൂൻ അവർ ബധിരരാണ്, ഊമകളാണ്, അന്ധരാണ്. സുമ്മെന്ന ബധിരർ, ബുക്കുമ് ഊമകൾ, ഉമ്യ അന്ധർ എന്ന് പറഞ്ഞാൽ അവർക്ക് കേട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അതേപ്രകാരം തന്നെ കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ അവർ തയ്യാറുമല്ല. അതുകൊണ്ട് തന്നെ അവർ കേവലം ജന്തുക്കളെ പോലെയാണ്. ജന്തുവിനെപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കാര്യം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് വിളിയും തെളിയുമല്ലാതെ ഒന്നും മനസ്സിലാവുകയില്ലല്ലോ. അതാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. സത്യനിഷേധികളായ ആളുകളുടെ മനസ്സ് ഒരു ജന്തുവിൻ്റെ മനസ്സിനെ പോലെ തന്നെയാണ്. അവർ കേൾക്കുകയില്ല എന്നോ കാണുകയില്ല എന്നല്ല പറയുന്നത്, മറിച്ച് കാണേണ്ടത് അവർ കാണുകയില്ല, കേൾക്കേണ്ടത് അവർ കേൾക്കുകയില്ല. അവരെ പറ്റിയാണ് സൂറത്ത് അറാഫിൽ അല്ലാഹു പറയുന്നത്, ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ അവർ ജന്തുക്കളെ പോലെയാണ്, അല്ല അതിനേക്കാളും
പിഴച്ചവരാണ്. ജന്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശേഷബുദ്ധിയില്ല. പക്ഷെ വിശേഷബുദ്ധി നൽകപ്പെട്ട മനുഷ്യർ, അവർ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ കണ്ണുകൊടുത്ത് കാണാതെ അന്ധരും ബധിരരും മൂകരുമായി കഴിയുന്നത് അവർ ജന്തുക്കളെപ്പോലെ കഴിയുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. തുടർന്നുകൊണ്ടല്ല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ത്വയ്യിബാത്ത് വിശിഷ്ടങ്ങളായത് നല്ലത് നിങ്ങൾ ആഹരിക്കുക. വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുക. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എമ്പാടും നിയമങ്ങൾ പാലിക്കപ്പെടാൻ ശാസിക്കപ്പെട്ടവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ എന്ത് കഴിക്കണമെന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, എന്തൊക്കെ അനുഭവിക്കണമെന്നതിനും കൃത്യമായ നിയമങ്ങളുണ്ട്, ഏതൊക്കെ വഴികളിലൂടെ സമ്പാദിക്കാമെന്നും എങ്ങനെയൊക്കെ അത് അനുഭവിക്കാമെന്നും കൃത്യമായ ശാസനകൾ നൽകപ്പെട്ടവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് എല്ലാം നിങ്ങൾ കഴിക്കാൻ പാടില്ല. വിശിഷ്ടമായത് അള്ളാഹു അനുവദിച്ചു തന്നത്, അതേപ്രകാരം തന്നെ അനുവദിച്ച മാർഗങ്ങളിലൂടെ സമ്പാദിച്ചത്, അത് മാത്രമേ നിങ്ങൾ ആഹരിക്കാൻ പാടുള്ളൂ. വഷ്കുറൂ ലില്ലാഹ്, മാത്രമല്ല അതിന് നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയും വേണം. നമ്മുടെ ചുറ്റുപാടും എത്രയോ ആളുകൾ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പട്ടിണി കിടന്ന് നരകിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റ് പല വഴികളിലൂടെയും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സുഭിക്ഷമായി ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവസരം നൽകി എന്നത് അള്ളാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് വഷ്കുറൂ ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും ആരാധിക്കുന്ന ആളുകൾ അവർ നന്ദി കാണിക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റ് പലർക്കുമാണ്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹു ഇത് പ്രത്യേകം സൂചിപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. തുടർന്നു കൊണ്ട് പറയുന്നത്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ, അള്ളാഹു നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്നമാ ഹറമ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് ഇവ മാത്രമാണ്. ഇത് പറയാൻ കാരണം ബഹുദൈവ വിശ്വാസികളും അതേപോലെ തന്നെ അഹ്ലു കിതാബുകളാണ് ക്രിസ്ത്യാനികളും ജൂതന്മാരുമൊക്കെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് അവർ പലതും സ്വന്തമായി നിഷിദ്ധമാക്കിയിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത്, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ വലഹ്മൽ ഖിൻസീർ, നിങ്ങൾക്ക് ഇവ മാത്രമാണ് നിഷിദ്ധമാക്കിയത്. അൽ മൈത്തത ശവം, വദ്ദമ രക്തം, വലഹ്മൽ ഖിൻസീർ പന്നിമാംസം, വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്തവരുടെ പ്രീതിയും പൊരുത്തവും ലഭിക്കുന്നതിന് വേണ്ടി നേർച്ചയാക്കപ്പെട്ട സാധനങ്ങൾ. മരിച്ചുപോയ മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ പേരിൽ നേർച്ചയാക്കിയ കോഴിയോ ആടോ പോത്തോ എന്തെങ്കിലും ആവട്ടെ, അതൊന്നും നമുക്ക് തിന്നാൻ പാടില്ല. അത് പന്നിമാംസം തിന്നുന്നതിന് സമമാണ് എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഫമനി തുറ എന്നാൽ അള്ളാഹു ഒരു കാര്യം തുടർന്നുകൊണ്ട് പറയുന്നു, ആരെങ്കിലും നിർബന്ധിതമാക്കപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പന്നിമാംസം അല്ലാതെ വേറൊന്നും അയാൾക്ക് ആഹരിക്കാനില്ല, അയാളുടെ ജീവൻ അപകടത്തിലാണ്, അത് കഴിച്ചില്ലേ അയാൾ മരണപ്പെട്ടു പോകും. അങ്ങനെയുള്ളൊരു സന്ദർഭം വരികയാണെങ്കിൽ വൈറബാഇൻ വലാ ആദിൻ, നിയമം ലംഘിക്കാത്ത രൂപത്തിൽ അവന് അതേപ്രകാരം തന്നെ അതിര് കവിയാത്ത വിധത്തിൽ അവ അനുഭവിക്കുന്നതിന് അവന് വിരോധമില്ല. പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് കിട്ടിയ ചാൻസല്ല എന്ന് വിചാരിച്ച് അങ്ങനെ അമിതമായി ആഹരിക്കാൻ പാടില്ല. അതേപ്രകാരം തന്നെ ഇത് ഹറാമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെയായിരിക്കണം അവൻ ആഹരിക്കേണ്ടത്. ഫലാ ഇസ്മ അലൈഹി, അതിനവന് തെറ്റില്ല. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില ഭക്ഷണങ്ങൾ ആഹരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല. നമുക്ക് എന്തൊക്കെ വേണം വേണ്ട എന്നൊക്കെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ് കൃത്യമായി അറിയുന്നത്. അതുകൊണ്ട് അവൻ
പറഞ്ഞ നിയമങ്ങൾ ശിരസാവഹിക്കുക എന്നത് അവൻ്റെ സൃഷ്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമശാസനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സയഖൂലു സുഫഹാഉ